നമസ്കാരം. മഹാവ്യാധികൾ ലോകത്തിന്റെ തലവര തന്നെ മാറ്റി എഴുതി എന്നതാണ് ചരിത്രം. അധികകാലമൊന്നുമായില്ല കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച് ലോകമാകമാനം ജനജീവിതം താറുമാറായത്. കോവിഡിന്റെ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് ലോകം കരകയറി വരുന്നതേയുള്ളൂ. ഇതാ മറ്റൊരു മഹാവ്യാധി പടിക്കലെത്തിയിരിക്കുന്നു. കോവിഡിനേക്കാൾ എത്രയോ മടങ്ങ് പ്രഹരശേഷിയുള്ള വൈറസുമായി എംപോക്സ് അഥവാ മങ്കി പോക്സ് ഇന്ത്യയിലും ആശങ്ക പരത്തുന്നു. പല ലോകരാജ്യങ്ങളിലും എംപോക്സ് എന്ന രോഗം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലേക്കും ഭീതി പരത്തുന്നു. വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തിയ യുവാവിൽ മങ്കി പോക്സ് ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് സംശയം. രോഗിയെ കൂടുതൽ നിരീക്ഷണത്തിനായി ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. മങ്കി പോക്സ് വ്യാപനം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള രാജ്യത്ത് നിന്നാണ് യുവാവ് ഇന്ത്യയിലെത്തിയത്. സംശയാസ്പദമായ ലക്ഷണങ്ങളോടെ രാജ്യത്തെ ആദ്യത്തെ എംപോക്സ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. എംപോക്സിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ രോഗിയിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധിക്കുകയാണ്. നിലവിലുള്ള പ്രോട്ടോക്കോളുകൾ അനുസരിച്ച് കേസ് കൈകാര്യം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ രോഗത്തിന്റെ ഉറവിടം തിരിച്ചറിയുന്നതിനും മറ്റുമായി രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള കോൺടാക്ട് ട്രേസിംഗ് തുടരുകയാണ്. ആഗോളതലത്തിൽ എംപോക്സ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതലുകൾ എടുക്കണമെന്ന് ലോകാരോഗ്യ സംഘടന നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കെനിയയിൽ കണ്ടെത്തിയ എംപോക്സിന്റെ ക്ലേഡ് 2B വകഭേദം ഭീതി വിതച്ചിരുന്നു. അതിനേക്കാൾ തീവ്രവും വ്യാപനശേഷിയുമുള്ളതുമാണ് നിലവിൽ പടരുന്ന ക്ലേഡ് 1 വകഭേദം. ഇതിനകം 1,00,000-ഓളം പേർക്കാണ് രോഗം ബാധിച്ചത്. 2022 മുതൽ 116 രാജ്യങ്ങളിൽ നിന്ന് 99,176 കേസുകളും 208 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് എംപോക്സ്. വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സിന് വളരെയധികം സാമ്യമുണ്ട്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പനി, തലവേദന, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് എംപോക്സിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. പാകിസ്ഥാൻ, സ്വീഡൻ, കെനിയ, റുവാണ്ട, ഉഗാണ്ട, ബുറുണ്ടി എന്നിവിടങ്ങളിൽ ഈ വകഭേദം സ്ഥിരീകരിച്ചിരുന്നു. 2022 മുതലുള്ള കണക്കുകൾ പ്രകാരം തായ്ലൻഡിൽ 800 എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനോടകം തന്നെ 6 രാജ്യങ്ങളിലാണ് ഇത് സ്ഥിരീകരിച്ചത്. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ 500 പേരുടെ ജീവൻ ഇത് അപഹരിച്ചിട്ടുണ്ട്. 1970-ൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ 9 മാസം പ്രായമുള്ള കുഞ്ഞിൽ രോഗം സ്ഥിരീകരിച്ചതോടെയാണ് ആദ്യമായി മനുഷ്യരിൽ രോഗം കണ്ടുപിടിച്ചത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഈ വർഷം മാത്രം 16,700 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഏത് രോഗവും ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനെ വേണ്ടത്ര ഗൗരവത്തിൽ നാം എടുക്കാറില്ല. അത് വിദേശത്തെങ്ങോ വന്ന അസുഖമാണ്, ഇങ്ങോട്ട് വരാനിടയില്ല എന്ന സ്വയം സമാധാനത്തിൽ രോഗവ്യാപന സാധ്യത നാം കുറച്ചു കാണാറുണ്ട്. എയ്ഡ്സിന്റെയും കോവിഡിന്റെയും കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. രോഗം വന്ന് ഒന്നാകെ വിഴുങ്ങുമ്പോൾ മാത്രമാണ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയിരിക്കും. ചൈനയിലെ വുഹാൻ ലാബിൽ നിന്ന് പുറപ്പെട്ട കോവിഡ് വൈറസ് ലോകം മുഴുവൻ എത്താൻ അധികകാലം വേണ്ടി വന്നില്ല. നിരവധി പേരുടെ ജീവനും ജീവിതവുമെല്ലാം കോവിഡ് കവർന്നെടുത്തിരുന്നു. കോവിഡിന്റെ കാര്യത്തിൽ വന്ന ജാഗ്രതാക്കുറവ് എംപോക്സിന്റെ കാര്യത്തിൽ വന്നുകൂടാ. കാരണം ഇനിയൊരു മഹാമാരിയെ താങ്ങാൻ ലോകത്തിന് ശേഷിയില്ല. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.